ഇന്ന് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത. മലയോരത്ത് ആശങ്ക പടർത്തുന്നത് ഇപ്പോൾ മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്ന് വരുന്ന വാർത്തയാണ്. കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നു. കരുവാരക്കുണ്ടിൽ ഒലിപ്പുഴ, കല്ലൻപുഴ തുടങ്ങിയ പുഴകളിലും തോടുകളിലുമൊക്കെയാണ് മലവെള്ളം ഇപ്പോൾ പാഞ്ഞു വരുന്നത്. കരുവാരക്കുണ്ട് മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴയുമുണ്ട്. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. ആദ്യം മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിശക്തമായി മലവെള്ളം പാഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടത്. കരുവാരക്കുണ്ട് മേഖലയിലൊക്കെ മുൻവർഷങ്ങളിലും ഇതുപോലത്തെ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. അവിടങ്ങളിലുള്ള ആ പുഴകളുടെയൊക്കെ കൈവഴികളുടെയൊക്കെ ഓരങ്ങളിൽ താമസിക്കുന്നവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയായോ? സുജയ, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയാണ് കരുവാരക്കുണ്ട്. നമുക്കറിയാം, ഇവിടെ ഈ വനമേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ആ മേഖലകളിലൂടെ ഒഴുകുന്ന ചെറിയ തോടുകളിലൂടെയും പുഴകളിലൂടെയും ശക്തമായ കുത്തൊഴുക്കോടുകൂടി വെള്ളം ഒഴുകി വരാറുണ്ട്. സമാനമായൊരു സാഹചര്യം ഇന്ന് ഉണ്ടായി എന്നുള്ളതാണ്. 2:30-ക്ക് ശേഷം ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴയുണ്ട്. മഴയെ തുടർന്ന് മേഖലയിലൂടെ ഒഴുകുന്ന ഒലിപ്പുഴ, കല്ലൻപുഴ തുടങ്ങിയ പുഴകളിലൂടെയും തോടുകളിലൂടെയും മലവെള്ളപ്പാച്ചിലുണ്ടായി എന്നുള്ളതാണ് അവിടെയുള്ള പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. വലിയ രീതിയിൽ വെള്ളം ഒഴുകി വന്നതോടൊപ്പം തന്നെ മരത്തടി കഷ്ണങ്ങൾ, മറ്റവശിഷ്ടങ്ങളൊക്കെ തന്നെ ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പാലത്തിന് സമീപം താമസിക്കുന്ന ആളുകളോട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം അവിടെയുള്ള ജില്ലാ ഭരണാധികാരികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ജോലിക്കും മറ്റുമായി പാലത്തിനപ്പുറത്തേക്ക് മറുകരയിലേക്ക് പോയ ആളുകൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒന്നും തന്നെ അവിടെ ഇല്ല. കാരണം സമാനമായ രീതിയിൽ മുൻപും മലവെള്ളപ്പാച്ചിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. വനത്തിൽ ശക്തമായി മഴ പെയ്യുമ്പോൾ ഈ വിധത്തിൽ പുഴയിലൂടെ വെള്ളം ഒഴുകി വരാറുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എങ്കിലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകമായി ജാഗ്രതാ നിർദ്ദേശം തന്നെ അവർ മേഖലയിൽ നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഒരു പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നത് കൊണ്ടാണ് പ്രദേശവാസികൾക്ക് അതുവഴി ഗതാഗതം പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളോട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒലിപ്പുഴയിലും കല്ലൻപുഴയിലും ഇപ്പോഴും ശക്തമായി വെള്ളം ഒഴുകി വരുന്ന മലവെള്ളപ്പാച്ചിലുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. മഴയും ഇപ്പോഴും തുടരുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെയുള്ള പ്രദേശവാസികൾക്ക് ഈ സംഭവം നേരത്തെയും ഉണ്ടായി. അത്തരത്തിൽ ഈ പ്രദേശത്തെയൊക്കെ തന്നെ അറിയുന്നതുകൊണ്ട് ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. സുജയ, ഇപ്പോൾ നിലവിൽ അവിടെ മഴയുണ്ടോ മുബഷീർ? ജില്ലയിലെ ഒരു മഴ സാഹചര്യം എങ്ങനെയാണ്? ഓറഞ്ച് അലർട്ടാണ് മറ്റിടങ്ങളിൽ, ഒപ്പം ഉൾപ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ? മലപ്പുറം ജില്ലയിലെ മലയോര മേഖലകൾ, വിശേഷിച്ചും ഈ കാളികാവ്, കരുവാരക്കുണ്ട് പ്രദേശങ്ങളിലാണ് നിലവിൽ മഴ പെയ്യുന്നത്. അതും ഉച്ചയ്ക്ക് ശേഷം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2:30-ക്ക് ശേഷമായിരുന്നു ഈ മേഖലയിൽ ശക്തമായ മഴയുണ്ടായത്. ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴ ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്നു. അതോടൊപ്പമാണ് ഈ ഒരു പുഴയിലൂടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അപ്രതീക്ഷിതമായി വെള്ളം ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാധാരണഗതിയിലും ഒഴുകിയിരുന്ന ഒരു പുഴയിലാണ് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ്. എന്നാൽ ഇത് വനത്തിൽ ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നേരത്തെയും സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കരുവാരക്കുണ്ട് നിവാസികളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എങ്കിൽ ഈ പാലത്തിന് മുകളിലൂടെയൊക്കെ തന്നെ വെള്ളം ഒഴുകി പോകുമ്പോൾ അത് ചെറിയ രീതിയിലുള്ള ആശങ്ക ആ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. വലിയ തുടർച്ചയായി അത് തുടരുകയാണെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ മുബഷീർ, നമുക്ക് അറിയേണ്ടത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, അവിടങ്ങളിലൊക്കെ ഓരങ്ങളിലൊക്കെ പുഴയോരങ്ങളിലൊക്കെ വീടുകളുള്ള ഇടമല്ലേ കരുവാരക്കുണ്ട് ഭാഗം എന്ന് പറയുന്നത്? അവിടേക്കൊക്കെ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ടോ, അതോ പുഴയുടെ വഴി തന്നെ വെള്ളം കൂടുതൽ ശക്തിയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ? അത് തന്നെയാണ് സുജിയ. ജനവാസ കേന്ദ്രങ്ങളിലേക്കൊന്നും നിലവിൽ വെള്ളം കയറിയിട്ടില്ല. പുഴയോട് ചേർന്ന പാലം ആളുകളൊന്നും താമസിക്കാത്ത മേഖലയാണ്. ആ മേഖലയിലൂടെയാണ് ഇപ്പോൾ വെള്ളം അധികമായി മുകളിലോട്ട് വന്ന് ഒഴുകുന്ന ഒരു സാഹചര്യമുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. മറുകരയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിയാൽ മാത്രം മറുകരയിലേക്ക് സഞ്ചരിച്ചാൽ മതി എന്നൊരു നിർദ്ദേശം അവിടെ പോലീസും ഫയർഫോഴ്സും പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും മലവെള്ളപ്പാച്ചിൽ ആ ഒരു മേഖലയിലൂടെ തുടരുകയാണ്. വനത്തിൽ
ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ടാകാം. ഓക്കെ മുബഷീർ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. മലവെള്ളം കുത്തിയൊലിച്ചു വരുന്ന കാഴ്ചയാണ് കരുവാരക്കുണ്ടിൽ നിന്ന് നമ്മൾ കാണുന്നത്. ശക്തമായ മഴ ഇപ്പോൾ കാട്ടിൽ പെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കരുവാരക്കുണ്ടിൽ നമ്മൾ കാണുന്നത്. ഓറഞ്ച് അലർട്ടാണ് മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ കൂടുതൽ മുന്നറിയിപ്പുകൾ വരുമ്പോൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്കും ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത്. നിലവിൽ ഒലിപ്പുഴയിലും കല്ലൻപുഴയിലുമാണ് അവിടെ വെള്ളത്തിന്റെ ശക്തി കൂടിയിരിക്കുന്നത്, ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയിരിക്കുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാകും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും നമ്മുടെ മുന്നിലുണ്ട്. അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ള അലർട്ടുകൾ ഇന്ന് കൊടുത്തിരിക്കുന്നത് പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്.